പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. നമ്മുടെ യേശുനാഥൻ്റെ ഒരു പ്രത്യേകത, യേശുനാഥനോട് കൂടി യേശുനാഥന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്താൽ അവൻ ദൈവമായിട്ടല്ല നമ്മുടെ അടുക്കൽ വരിക, ഒരു കൂട്ടുകാരനായിട്ട്, ഒരു ഫ്രണ്ട്സായിട്ട്, ഒരു ഒറ്റ ചങ്ങാതിയായിട്ട് നമ്മളെ തോളിൽ കയറ്റിപ്പിടിക്കും, കെട്ടിപ്പുണരും നമ്മളെ. അത്ര സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അത് രുചിച്ചറിയണം. അറിയാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നീ ഭാഗ്യവാൻ. നിന്റെ ജീവിതത്തിൽ ഏറിയാൽ 70-80 വയസ്സ് വരെ നിന്റെ ജീവിതം ഭാഗ്യമുള്ളതാണ്. കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാൾ. അവൻ നമ്മുടെ അടുക്കിലേക്ക് ഒരു സ്നേഹിതനായിട്ട് വരും, ഒരു ചങ്ങാതിയായിട്ട് വരും, തോളിൽ കൈയിട്ട് നടക്കും. ഇത്രയേറെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ, ദൈവമായ മനുഷ്യൻ, കർത്താവായ ഈശോ, ഒരാളും ഈ ഭൂമിയിലില്ല. ഒരാളെയും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളെയും യേശുനാഥനെ വിശ്വസിക്കുക. അവിടെ ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടുകാരനെ പോലെ വന്നിട്ട് ഭയന്നിരിക്കുന്ന ഏലിയായോട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ ഭയന്ന് ഒരു മാളത്തിൽ കയറിയിരിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം 1 രാജാക്കന്മാർ 19 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. വളരെയധികം ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർ എൻ്റെ ഈ വചനം കേൾക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് ദാനമായി തന്ന ഈ കഴിവ് ഞാൻ കർത്താവിന് വേണ്ടി, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊന്നുമല്ല, ഞാനൊരു ഉണങ്ങിയ മരമാണ്, ഒന്നും എൻ്റെ അടുത്തില്ല. കർത്താവാണ് എന്നെ വഴി തന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് പറഞ്ഞിപ്പോൾ ഓരോ ദിവസവും ഞാൻ അധ്യായവും വാക്യവും പറയുന്നുണ്ടല്ലേ, അത് ഓരോ വാക്യവും ഞാൻ ധ്യാനിക്കുന്നു. ഓരോന്നും ഇന്ന് 19 മുതൽ 15 വരെയാണ്. 1 രാജാക്കന്മാർ 19 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനം ധ്യാനിക്കണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ എടുക്കണം. ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അന്ധകാര ശക്തികൾ അലറി കൂകി പുറത്തോട്ട് പോകും. കാരണം ഇരുതല വാളാണ് കർത്താവിൻ്റെ വചനം. അത് നിങ്ങൾ കയ്യിലെടുക്കണം. ഞാൻ 1-ാം വാക്യം ധ്യാനിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളത് വായിക്കണം. അത് മാത്രം വായിക്കണം. 2-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ അത് നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വചനത്തോടുള്ള സ്നേഹം വരാൻ തുടങ്ങും, വചനം വായിക്കാനുള്ള കൊതി വരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനെ ഒരു കൂട്ടുകാരനായിട്ട്, ദൈവമായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കും. ഇത് സത്യമാണ്. നമ്മളിപ്പോൾ ദൈവമായിട്ടാണല്ലോ കാണുന്നത് അല്ലേ, ദൈവമായിട്ട് കർത്താവിനെ. അത് മാറും. കർത്താവ് നിന്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ മകനെ, എൻ്റെ മോളെ എന്ന് വിളിച്ചിട്ട് നിന്റെ പേര് അവൻ്റെ ഉള്ളം കയ്യിൽ എഴുതും. എഴുതി കഴിഞ്ഞാൽ യേശു നിന്നോട് ചോദിക്കും, മോനെ നീ എന്ത് ചെയ്യണം ഇവിടെ? നീ എവിടെ പോണ്? നോക്കിയേ, ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഈ വാക്കുകളൊക്കെ? അതൊക്കെ സ്നേഹത്തിൻ്റെ വാക്കാണ്. അതിനെ ശ്രമിക്കാം. 1 രാജാക്കന്മാർ 19 അധ്യായം 1-ാം വാക്യം. ഏലിയ ചെയ്ത കാര്യങ്ങൾ പ്രവാചകന്മാരെ വാളിൽ ഇരയാക്കി. വിവരം അഹാബ് ജസബിനോട് പറഞ്ഞു. ഞാൻ ഈ വായിച്ച വചനം നിങ്ങളിപ്പോൾ വായിക്കണം. അത് 19 1-ാം വാക്യം. ഇനി ഞാനത് വ്യാഖ്യാനിക്കാൻ വേണം കേട്ടാ. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ വേറെ ഒരു പ്രവാചകന്മാരും
ബാലിനെ ആരാധിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് അങ്ങനെ അവരൊരു ബലിപീഠം ഉണ്ടാക്കി അവിടെ ഒരു ഒരു ബെറ്റ് പോലെ വെച്ചിട്ട് അവര് ബാലിനെ ദേവനെ ആരാധിക്കുന്നുണ്ട് കാലത്ത് പോലെ ഉച്ചവരെ. എന്നിട്ട് ബാല് വരുന്നില്ല. അപ്പൊ ഏലിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ബാല് ചിലപ്പോ ഉറങ്ങിയായിരിക്കും, ക്ഷീണിച്ചത്, തട്ടി ഉണർത്തുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവര് രാവിലെ മുതൽ ഉച്ചവരെ ബാലിനെ വിളിച്ചിട്ടും ബാല് വരുന്നില്ല. അവരുടെ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏലിയ പ്രവാചകന്റെ സമയമായപ്പോൾ അതൊരു വചനമുണ്ട്, അത് പിന്നീട് ഞാൻ ഒരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇനിയും വീണ്ടും ഞാനത് ധ്യാനിക്കും. അങ്ങനെ ആ ബലിപീഠത്തിൽ മാംസമൊക്കെ വെച്ചിട്ട് കർത്താവിൻ്റെ ബലിയാണ് അവിടെ സംഭവിക്കുന്നത് ഏലിയ പ്രവാചകൻ. അങ്ങനെ ഏലിയ ബലി കഴിച്ചപ്പോഴത്തേനും അത് തീ കത്തിക്കാൻ പാടില്ല. തീ തന്നെ മോളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വന്നിറങ്ങണം ആകാശത്തിൽ. അങ്ങനെ ഇറങ്ങി കത്തിച്ചാമ്പലായിരിക്കും ആ ബലി വസ്തുക്കൾ മുഴുവൻ. അങ്ങനെ ഏലിയ ഈ ബാലിൻ്റെ ജെസബയുടെ കുറേ ആൾക്കാരെ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞു. ആ വിവരം വന്നിട്ട് ഈ ആഹാബ് ജെസീബേലിനോട് പറഞ്ഞു, ഒരു പാർട്ടികൾ വന്നിട്ട്. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും അവൾ ആരാക്കി അടുത്ത വചനം കേട്ടോ, 2-ാം വാക്യം. യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ എടുത്തുകളയും, നിന്റെ ജീവൻ അപഹരിക്കും. മരിച്ചവരിൽ ഒരുവനെ പോലെ ആകുന്നില്ലെങ്കിൽ ദേവന്മാർ അതിലപ്പുറവും എന്നോട് ചെയ്തു കൊള്ളട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഏലിയാനെ ഭയപ്പെടുത്തിക്കളും. അവൾ ചെയ്യുകയും ചെയ്യും, അവളൊരു അഗ്നിയാണ്. അപ്പോൾ അവളുടെ ആൾക്കാരെ ഏലിയ പ്രവാചകനും വേറെ ഒരു ഭൃത്യനും ഇവൻ്റെ കൂടെ ഉണ്ട്. അവർ കുറേ വാളിനിരയാക്കി, ഇതിൻ്റെ ബാലി കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറഞ്ഞ് നാളെ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ ഒരു ദൂതനയച്ച് ഏലിയ പ്രവാചകനെ അറിയിക്കുന്നു. അങ്ങനെ ഏലിയ പ്രവാചകൻ അത് കേൾക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശു ആരാധന. ഏലിയ ഭയപ്പെട്ടു. ഇത് കേട്ട ഉടനെ ഏലിയ ഭയപ്പെട്ടു. എന്താന്നാ, അവൾക്ക് ഒരുപാട് സ്വാധീനമുള്ളതാണ്. അപ്പൊ അവൾ എന്ത് വേണേലും ചെയ്യും. അപ്പൊ ഏലിയക്ക് ഭയങ്കര ഒരു ഭയം വന്നു, ഭയപ്പെട്ടു. ജീവരക്ഷയ്ക്ക് വേണ്ടി പാലയനം ചെയ്തു. ആ ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് പാലയനം ചെയ്തു. അവിടെ നിന്ന് ഓടി അവൻ യൂദയായിലെ ബെർഷബായിലെത്തി. ഓടി 3-ാം ഭാഗ്യത്തിലാട്ട ഓടി ബെർഷബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടു പിരിഞ്ഞു. അപ്പൊ ഈ ഏലിയ പ്രവാചകന്റെ കൂടെ ഒരു ഭൃത്യനുണ്ടായിരുന്നു, സഹായകൻ. അവൻ അവിടെ വെച്ചിട്ട് അവനും ഓടിപ്പിക്കണം. കുറേയൊക്കെ നടന്നു പോക്കി അവനും ഭയപ്പെട്ട് ഏലിയയെ ഒറ്റയാക്കിയിട്ട് അവൻ പിരിഞ്ഞു, അവനെ വിട്ടു പിരിഞ്ഞു. അവിടെ നിന്നും അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന്, ഒരു ദിവസത്തെ മരുഭൂമിയിലൂടെ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഏലിയ ഇവിടുന്ന് സ്ഥലം വിടീണ്, വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മരുഭൂമിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയായി പോയി. അങ്ങനെ നടന്ന് പുള്ളി ക്ഷീണിച്ചു. വെള്ളമില്ല കുടിക്കാൻ, മരുഭൂമിയല്ലേ, ഭക്ഷണമില്ല, അവശതയായി. വിള ഭയന്ന് ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വചനം, ഹല്ലേലൂയ, 4-ാം വാക്യത്തിൽ, ഒരു വാട മുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. നടന്ന് ക്ഷീണിച്ച്, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ചൂട്. നമുക്കറിയാം മരുഭൂമി എന്താണെന്നല്ലേ. നടന്ന് ക്ഷീണിച്ച് ഒരു വാട മുൾച്ചെടി, ഈ മരുഭൂമിയിലൊക്കെ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ഉണങ്ങി വരണ്ടിങ്ങനെ നിൽക്കും. മഴ പെയ്യുമ്പോൾ അത് തണുക്കും. അതുവരെ ഇങ്ങനെ നിൽക്കും. അതിനടിയിൽ ജീവനുണ്ടാവും.
മഴ പെയ്ത് വെള്ളം കിട്ടുമ്പോൾ അത് വീണ്ടും തളർക്കും. വീണ്ടും വേനൽക്കാലത്ത് അതിൻ്റെ കുറ്റിച്ചെടിയുടെ തണലിൽ കിടന്ന് അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കാരണം നമുക്കറിയാമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം മേടിച്ചിട്ട് ബിസിനസ് നടത്തും, അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ട് ഭവനം പണി. ആ കടം മേടിച്ചിട്ട് ഭവനം പണിയണത് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് ഭവനം പണിയണത്, വീട് വെക്കണത് മനുഷ്യന്റെ ബുദ്ധിയിലും. ഭർത്താവിനോട് രക്ഷിതമ്മയോട് ആലോചന ചോദിക്കാണ്ട് വെഞ്ചരിക്കുകയൊക്കെ ചെയ്യും. വെഞ്ചരിക്കും, വീടൊക്കെ വെഞ്ചരിക്കും കഴിയുമ്പോൾ. പക്ഷെ ആദ്യമേ പ്രാർത്ഥിച്ച് ഒരുങ്ങി രാനാം വെള്ളം കൊണ്ടുവന്ന് തെളിച്ച് ആ പൂടി അല്ലേ, അങ്ങനെ ചെയ്യുന്നവരോട് മറ്റവനെ കൊണ്ടുവന്ന് കയറ്റം ചെയ്യും. പേര് പ്രശ്ന നോട്ടക്കാരൻ. എന്നിട്ട് അവന്റെ കാര്യങ്ങളുമായിട്ടുണ്ടോ അങ്ങനെ വന്ന് കടവും ആ വീട്ടിൽ അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോ പിന്നെ എന്താ ചെയ്യാ? ഈ ഏലിയ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കില്ല. മരിക്കണം, ഇനി ചാകാന്നുള്ള ചിന്ത ഇങ്ങനെ പൊട്ടലെടുക്കാൻ തുടങ്ങും. ഒരിക്കലും നമുക്കത് അവന് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. അത് പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കണ്ട, അവിടെ എഴുതി വച്ചിരിക്കുകയാണ് 4-ാം ഭാഗ്യത്തിൽ തന്നെ അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളുക. കാരണം കർത്താവിന് വേണ്ടി കുറെ ഓടി അവസാനം ഒരുവളുടെ വാക്ക് കേട്ട് ഭയന്ന് മരുഭൂമിയിലൂടെ ഒരു വൃത്തിനും ഉണ്ടായിരുന്നു കൂട്ടിന്, അതും വിട്ടുപോയി, ഒറ്റപ്പെട്ടുപോയി, ആരും ഇല്ലാണ്ടായി. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത്, അവനും ഒരു പ്രവാചകനാണെങ്കിലും അവനും അത് മറന്നുപോയിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങ് എൻ്റെ ജീവനെ അങ്ങ് എടുത്തോളൂ, മതി, എനിക്ക് മടുത്തു എന്നൊക്കെ ഇവൻ സ്വയം ഈ കുറ്റിച്ചെടിയുടെ തണലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവനെ എടുത്തോളൂ, ഞാൻ എൻ്റെ പിതാക്കന്മാർ തലമുറയായിട്ടുള്ളവരെക്കാളൊന്നും ഒട്ടും മെച്ചമല്ല, നീ എൻ്റെ ജീവൻ അങ്ങനെ എടുത്തുകൊള്ളുക, ഞാൻ ഇപ്പം തന്നെ മരിക്കാൻ തയ്യാറാണ്. ഇങ്ങനെയാണ് കടം വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ ഗതി. ആരുമില്ല സഹായിക്കാൻ. ഒരു നല്ല വാക്ക് പറയാൻ പോലെ ആരുണ്ടാവും. കടം വന്ന് ഒരു വീടിന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖത്തേക്ക് അയലോകത്തുള്ളവൻ പോലും നോക്കില്ല. ദിവസം മുണ്ടിക്കൊണ്ടിരുന്നവൻ കൊടമറ പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണ്? അവന്റെ വീട് ജപ്തിയാണ്, അവൻ ഇനി എന്റെ വീട്ടിലേക്ക് വന്ന് കയറുമോ? അങ്ങനെ ഇവനങ്ങടെ ഒറ്റപ്പെട്ടു പോയി, ഈ ഏലിയ പ്രവാചകനെ പോലെ. അപ്പൊ അവൻ എന്ത് ചെയ്തിരിക്കും? മരിച്ചു കളയാ. അങ്ങനെ എത്ര എണ്ണം മരിക്കണ്ടെന്നറിയാം, നമ്മളൊന്നും അറിയുന്നില്ല. കടം കയറി ജപ്തി നോട്ടീസ് വന്ന് കിടപ്പാടമില്ലാണ്ട് മരിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി. 5-ാം വാക്യം, അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നു ഉറങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഏലിയ ആ കുറ്റിച്ചെടിയുടെ തണലിൽ കിടന്നുണ്ട് ഉറങ്ങിപ്പോയി. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, മയങ്ങിപ്പോയി, ക്ഷീണിച്ച്. ഡെസർട്ടില് നടന്നവർക്ക് അതറിയാൻ പറ്റും എന്താണ് മരുഭൂമി ഡെസർട്ട് എന്നുള്ളത്. വെള്ളമെങ്കിലും വേണം, വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ജീവൻ പോകും. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി. കണ്ട, ഇവനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ കണ്ണ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ഒരു ദൂതൻ വന്നിട്ട് ഇവനെ തട്ടി വിളിക്കണം, എഴുന്നേക്ക്, തട്ടി ഇവനെ തട്ടി ഉണർത്തിയാണ്. നോക്കി യേശുനാഥന്റെ ആ സ്നേഹം. അവൻ എഴുന്നേറ്റു, ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട്, കർത്താവിന്റെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് എലിയായോട് പറയുകയാണ്, ഭക്ഷിക്കുക, നീ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. എന്താ സ്നേഹം നോക്കിയല്ലേ എന്ന് പറഞ്ഞു. 6-ാം വാക്യം, എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നത് കാണുന്നു. എന്തൊക്കെയാണ് കാണുന്നതൊക്കെ? എഴുന്നേറ്റ്
അവൻ നോക്കി. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും, മരുഭൂമിയിൽ അവിടെ ചുടുകല്ലിൽ കർത്താവ് കൊടുക്കണമെങ്കിൽ അവന് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. മരുഭൂമിയിൽ ഇത് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വരില്ല. അത്ര പരന്ന് കിടക്കാൻ കണ്ണെത്തൂല. മരുഭൂമിയിലൊക്കെ ഗൾഫുകളിലൊക്കെ പോയി മരുഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് അറിയാൻ പറ്റൂല്ലേ. നോക്കത്താ ദൂരത്ത് ഇങ്ങനെ നിരന്ന് കിടക്കും. എന്തുമാത്രം നടന്നാലും എത്തില്ല. ചൂട് പൊള്ളുന്ന ചൂടിൽ മണൽത്തരികളുടെ അവിടെ കുറ്റിച്ചെടിയിൽ ചോട്ടി കിടന്ന് തുടങ്ങി. എഴുന്നേറ്റപ്പോഴത്തേനും ദൂതൻ തട്ടി ഉണർത്തിയപ്പോൾ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇരിക്കുന്നത് അവൻ കണ്ടു. അത് കഴിച്ചു. അവൻ വീണ്ടും കിടന്നു. അത് കഴിച്ച് വെള്ളവും കുടിച്ച് വീണ്ടും ക്ഷീണം, വീണ്ടും അവർ തന്നെ കിടന്നു. അല്ലേ? കാരണം നടന്ന് വിഷമവും എല്ലാം ഉണ്ട് അല്ലേ. കർത്താവിൻ്റെ സ്നേഹത്തോടുകൂടി അവൻ്റെ പെരുമാറ്റം, അവൻ്റെ നടത്തും, അവൻ്റെ ജീവിതമൊക്കെ കർത്താവിന് വേണ്ടിയാണ്. കർത്താവിനുള്ള സ്നേഹം. അപ്പൊ ആ സ്നേഹം ദൈവമായ കർത്താവ് ദൂതനെ അയച്ച് ഏലിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി. ഒരു പ്രാവശ്യം തട്ടി ഉണർത്തി അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ തലക്കാൻ ഭാഗത്ത് അപ്പവും വെള്ളവും ഇരിക്കുന്നു. അത് കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ കഴിച്ചു. വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും കർത്താവിന്റെ ദൂതൻ തട്ടി വീണ്ടും ഉണർത്തിയവനെ. നോക്കിയേ, എന്താ കർത്താവിന്റെ സ്നേഹമല്ലേ. ഒരു ഭാര്യ പോലും അങ്ങനെ ചെയ്യില്ല. അവൻ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. വീണ്ടും കർത്താവിന്റെ ദൂതൻ ഏലിയായെ തട്ടി ഉണർത്തണം. തോണ്ടി വിളിക്കണം, എഴുന്നേക്ക് കഴിക്കൂ, വെള്ളം കുടിക്കൂ, ക്ഷീണം മാറട്ടെ, കുറെ ദൂരം ഇനി നടക്കാനുള്ളതാണ്, വേഗം കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർബന്ധിച്ച് കുഞ്ഞു കൊച്ചിനെ പാല് കൊടുക്കുന്ന പോലെ, അമ്മിഞ്ഞ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കർത്താവിന്റെ ദൂതൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. 7-ാം വാക്യം, അല്ലെങ്കിൽ യാത്ര ഇനി നീ അവിടെ നിന്ന് പോകാൻ കഴിയണം അടുത്ത സ്ഥലത്തേക്ക്. കാരണം ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. അവള് യോസേബ എന്ന് പറഞ്ഞ അവള് നോക്കി നടക്കണം ഇവനെ കൊല്ലാനായിട്ട്. അപ്പൊ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് ദൂതനിലൂടെ വെള്ളവും അപ്പവും കൊടുത്ത് വഴി നടത്തിയാണ് ദൂതനെ. അല്ലല്ലേ, ദൂതൻ വഴി നടത്തിയാണ് ഏലിയ പ്രവാചകൻ. അവൻ ഒറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. മരണത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ അവന് ജീവൻ കൊടുക്കുകയാണ്. നീ മരിക്കേണ്ടവനല്ല, നീ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, നടക്ക്. 8-ാം വാക്യം, അവൻ എഴുന്നേറ്റ് ഭക്ഷണവും പാനീയങ്ങളും കഴിച്ചു. വീണ്ടും ഏലിയ എഴുന്നേറ്റ് കല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും കുടിച്ച് വയറ് നിറച്ച്. ഹല്ലേലൂയ. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും അവൻ നടന്നു. 2 പ്രാവശ്യമാണ് അവൾ വെച്ചാൽ ദൈവത്തിൻ്റെ അപ്പവും വെള്ളവും കുടിച്ച് കഴിച്ചത്. അത് 40 ദിവസം 40 രാവും പകലും ഇവൻ നടക്കണം. ശക്തി നോക്കിയ ദൈവമായ കർത്താവ് നമുക്ക് തരണ ജീവന്റെ അപ്പം ഉണ്ടല്ലോ, അത് നമ്മെ ശക്തിപ്പെടുത്തും. മക്കളെ ശക്തിപ്പെടുത്തും. അവന്റെ ജീവന്റെ അപ്പം, ജീവന്റെ ശരീരം ഈ കുർബാന നമ്മുടെ നാവിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ജ്വലിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തിലാണ്. കയ്പ് നിറഞ്ഞ പാപമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ തിരിച്ചറിയണം. അതെവിടെയാണെന്ന് കുമ്പസാരത്തിൽ പറയണം. 2 മാസത്തിൽ 3 മാസത്തിൽ കുമ്പസാരിച്ചാൽ പോരാ. 15 ദിവസത്തിൽ കുമ്പസാരിക്കും. പാവം ഇല്ലെങ്കിലും കുമ്പസാരിക്കണം. അപ്പോൾ ചെയ്തു പോയ നിരവധിയായ പാവങ്ങളെല്ലാം പാവം എടുത്ത് കളയും. 15-ാം പാപ്പം ഇങ്ങനെ കുമ്പസാരിച്ചിട്ടായിരിക്കുക. പാപം ഒന്നുമില്ലെങ്കിലും പറയാ, കുമ്പസാരിച്ചിട്ട് 15 ദിവസമായി, പാപം ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ആശീർവദിക്കണം, മാപ്പ് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെയ്തു പോയ പാവങ്ങൾ അറിയില്ല എന്നുണ്ട്. നിന്റെ അപബോധ മനസ്സിലും കിടക്കണ ചെറുതും വലുതുമായ നിരവധിയായ പാപങ്ങൾ ദൈവത്തിന്റെ അഭിഷക്തനായ വൈദികൻ ആശീർവദിക്കുമ്പോൾ കർത്താവ് അതെടുത്ത് മാറ്റും. അങ്ങനെ നമ്മളൊരു വിശുദ്ധനായിട്ട് കർത്താവിന്റെ വചനത്തിനായിട്ട് ദാഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവിന്റെ മലയായ ഏബ്രോമിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു.
8-ാം വാക്യത്തിലാണ് കേട്ടോ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഗെബ്രോബലയിലെത്തി. 9-ാം വാക്യം, അവിടെ അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് പോയിട്ട് ഇവൻ അതിനകത്തിരിക്കുന്നു. ഭയന്നു. ആരുമില്ല, മിണ്ടാനും ഇല്ല, പറയാനും ഇല്ല, ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. അവിടെ വെച്ച് കർത്താവിൻ്റെ ഒരു സ്വരം അവൻ ശ്രവിച്ചു. ആ ഗുഹക്കകത്തിരിക്കുമ്പോൾ കർത്താവ് വരയുന്നു നേരെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ ആ ചോദ്യം നോക്കി. അവിടെ വന്നിട്ട് ഇവൻ ഗുഹക്കകത്തിരിക്കുകയാണ് ഭയന്ന്. ഉടനെ കർത്താവ് ഏലിയയുടെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടുകാരനോട് ചോദിക്കണ പോലെ നോക്കിയേ. ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ ഒരു ഫ്രണ്ട്സിനോട് ചോദിക്കണ പോലെ, നീ ഇവിടെ എന്താണ് ചെയ്യണത്? എന്തെടുക്കുകയാണ്? എന്നൊക്കെയാണ് ഒരു സംസാരമാണ്. പക്ഷെ കർത്താവിനെ കാണുന്നില്ല. ഏലിയോട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉടനെ ഏലിയ പറയണം. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ഓരോ പ്രവൃത്തികൾ കാരണം ഞാൻ ഹൃദയം, ആത്മാവ് എൻ്റെ ജ്വലിക്കുകയാണെന്ന് ഏലിയ പറയുന്നു. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. ഇസ്രായേലിലാണ് ഈ യുദ്ധം നടന്നിട്ട് അവിടെ നിന്നാണ് ഓടിപ്പോന്നാക്കുന്നത്. അങ്ങനെ ഒരു ഗുഹയിലിരിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ്, ഏലിയ മോനെ, നീ എന്താണ് ഇവിടെ ചെയ്യണത്? എന്തിരിക്കണത്? ഒരു കൂട്ടുകാരൻ അല്ലെ, ഒരു അമ്മ മോനോട് ചോദിക്കണം, കുഞ്ഞുമോനോട് ചോദിക്കണ പോലെയുള്ള ചോദ്യം യേശുനാഥൻ ഏലിയായോട് ചോദിക്കണം. ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് ഉടമ്പടി ലംഘിച്ചു. ഏലിയ പറയണം, തന്റെ സ്വരമാണ് കേട്ടോ കേൾക്കണം. ഹല്ലേലൂയ. അവർ അങ്ങയുടെ ബലിപീഠം തകർക്കുകയും. അപ്പൊ കർത്താവിന്റെ ഒരു ബലിപീഠം അവിടെ ഉണ്ടാക്കി. അതിലാച്ചിട്ടാണല്ലോ ഈ ഒരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. ബാലിന്റെ ആൾക്കാരും ഏലിയ പ്രവാചന കർത്താവിന്റെ ആൾക്കാരും. അങ്ങനെ ആ ബലിപീഠമൊക്കെ അവർ തകർത്ത് കളഞ്ഞു. ഇത് ഭയങ്കര യുദ്ധം നടന്നു, നശിപ്പിച്ച്. അങ്ങനെ അവിടെ നിന്ന് ഏലിയ ഓടണം. അങ്ങയുടെ പ്രവാചകന്മാരെയും അവർ വാളിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ടാകും. വാളിന് ഇരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. 10-ാം വാക്യത്തിലാണ്, അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കി. ആദ്യം ബലിപീഠം നശിപ്പിച്ചു, പിന്നെ മറ്റേ ഏരിയയുടെ കൂടെ ഇരുന്ന എല്ലാവരെയും കൊന്നും കളഞ്ഞു. ഇവരും കൊന്നു. ഭയങ്കര യുദ്ധം നടന്ന് ഒറ്റപ്പെട്ടു പോയി. ഒരു ഭൃത്യനുണ്ടായിരുന്നു, അത് ഇടയ്ക്ക് വെച്ചിട്ട് പിരിഞ്ഞ്. ഏലിയ മാത്രം ഒരു ഗുഹയിൽ വന്നിരിക്കുമ്പോൾ കർത്താവിനായിട്ട് സംസാരിക്കുകയാണ് ഏലിയ പ്രവാചകൻ. ഹല്ലേലൂയ. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. എൻ്റെ ജീവനും വേണ്ടി അവർ വേട്ടയാടുകയാണ്. അവർ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഈ വേൾഡ് പറഞ്ഞ് ഓരോരുത്തരും അയച്ചേക്കുന്നത്, അന്വേഷിച്ചിരിക്കുന്നത്. അതാണ് ഇവന് ഓടി രക്ഷപ്പെട്ട് പോന്നിരിക്കുന്നത്. അത് ഗുഹയിൽ പേടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. കർത്താവിൻ്റെ സ്വരം, നീ ഇവിടെ നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് കർത്താവിൻ്റെ മലയായ അവിടെ ചെന്നിട്ട് നീ നിൽക്കുക. ഹല്ലേലൂയ. അപ്പം ഞാൻ അവിടെ വരും എന്നാണ് കർത്താവിൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം. അവിടെ നിന്ന് അരുൾ ചെയ്തു കർത്താവ് കടന്നുപോയി. അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് കടന്നുപോയി. അപ്പോൾ ഏലിയ ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് ഏലിയ പ്രവാചകൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നു, പാറകൾ തകർത്തു കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. മലകൾ തകർന്ന് പാറകൾ പിളർന്ന് വലിയൊരു കൊടുങ്കാറ്റ് ഈ കർത്താവ് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നിന്നപ്പോൾ ഇതൊക്കെ അവിടെ വീണ്ടും സംഭവിക്കും. പക്ഷേ എന്താണ് പിന്നെ സംഭവിച്ചത്? കൊടുങ്കാറ്റടിച്ചു.
കൊടുങ്കാറ്റിൽ കർത്താവ് ഇല്ലായിരുന്നു. പാറകൾ പിറന്നു, മലകൾ ഇടിഞ്ഞു നിരന്നു, വലിയൊരു ഭൂകമ്പം പോലെ അവിടെ ഉണ്ടായി. പക്ഷെ കർത്താവിനെ കാണുന്നില്ല. വീണ്ടും ഏലിയ പ്രവാചകന് അസ്വസ്ഥനാകാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നാക്കുന്നത്. ഇവിടെ ഇതൊക്കെ സംഭവിച്ചിട്ടും ഇവിടെയും കർത്താവിനെ കാണുന്നില്ലെന്നുള്ള ദുഃഖം ഏലിയായിക്ക് താങ്ങാൻ പറ്റാണ്ടായി. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും കർത്താവ് ഇല്ലായിരുന്നു. കാറ്റ് വന്ന് കൊടുങ്കാറ്റടിച്ച് മല പിറന്ന് പാറകൾ പിറന്ന് ഒന്നും നടന്നിട്ടും കർത്താവ് ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു വലിയ അഗ്നി തീ പോലെ വന്ന് അവിടെ കത്തി ജ്വലിക്കുന്ന പോലെയൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെയും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. സ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കിക്കൊണ്ട് മുഖം മറച്ചു. കാറ്റ് അടിച്ച് പാറകൾ പിറന്നു, മലകൾ പിറന്നു, അഗ്നി ഇറങ്ങി കത്തി നശിച്ച് അവിടെ മരുഭൂമിയിൽ ഒരു സ്ഥലത്താണ്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്വരം കേൾക്കണത് കർത്താവ് വന്നേക്കണപ്പോൾ ഇത്രയും നടന്നിട്ട് കർത്താവിൻ്റെ അവസാനമാണ് കർത്താവിനാണ്. അങ്ങനെ കർത്താവിൻ്റെ സ്വരങ്ങൾ കേട്ടപ്പോഴത്തേനും അവൻ മുഖം മറച്ചു കളഞ്ഞു. കാരണം കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ നോട്ടം ഭയങ്കരമാണ്. ദൈവമാണ്. ദൈവമാണ് വന്ന് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവപുത്രനാണ് വന്നാക്കുന്നത്. ഹല്ലേലൂയ. അവൻ മുഖം മറച്ചു പുറത്തേക്ക് വന്നു. മുഖത്ത് നിന്നും മാറ്റി. ഹല്ലേലൂയ. പുറത്തേക്ക് വന്ന് മുഖത്ത് നിന്നും മാറ്റി. അവൻ്റെ മുഖംമൂടി അടുത്ത് മാറ്റി. അപ്പോൾ അവൻ സ്വരം കേട്ടു. വീണ്ടും മുഖംമൂടിയെ കെട്ടി നിന്നപ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി. വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്. എന്താണെന്ന് കേട്ടോട്ടാ. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? 13-ാം വാക്യത്തിലാണ് കേട്ടോ. 19-ാം അധ്യായത്തില് 13-ാം വാക്യം. ഇതേ ചോദ്യം തന്നെ 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലും യേശു ചോദിക്കുന്നുണ്ട്. എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? 9-ാം വാക്യത്തിൽ 19-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ലാസ്റ്റ് ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ഇവിടെയും ചോദിക്കുന്നു കേട്ടോ. 13-ാം വാക്യത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഏലിയ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു. ഈ സ്വരം കേട്ടപ്പോഴത്തേനും മേലങ്കി കൊണ്ട് മുഖം മറച്ചു. 13-ാം വാക്യത്തിൽ. എന്നിട്ട് അവൻ പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ ഒരു സ്വരം കേൾക്കുന്നു. ഏലിയ മുഖം മറിച്ച് പുറത്തേക്ക് വന്നപ്പോൾ, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്താവ് വീണ്ടും ഒരു സ്നേഹിതനെ പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു. 9-ാം വാക്യത്തിലുണ്ട്, 13-ാം വാക്യത്തിലും ചോദിക്കുന്നു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? 14-ാം വാക്യം. അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്, അതീവമായി ജ്വലിക്കുകയാണ്. എന്താണ് അവൻ പറയുന്നത്? കർത്താവ് ചോദിക്കുന്നത്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പറയുന്നത്, ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതിഭീഷണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. വീണ്ടും ഈ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ വന്ന ആ ദുഃഖം വീണ്ടും കർത്താവിനോട് 9-ലും പറയുന്നുണ്ട്, 13-ലും 14-ലും പറയുന്നു. ജ്വലിക്കണം അവന്റെ ഹൃദയം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ഇതായിരിക്കണം ഓരോ മനുഷ്യന്റെയും ജീവിതം. അവർ അങ്ങയുടെ ബലിപീഠം തകർത്ത് കളയുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിൽ ഇരയാക്കുകയും ചെയ്തു. 9-ാം
വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. 13 മുതൽ 14 വരെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം അവൻ്റെ ആ ദുഃഖം വിട്ടുപോകുന്നില്ല. കർത്താവിനുള്ള സ്നേഹം, കർത്താവ് അവനെ ഏറ്റവും കൂടുതൽ വിഷമം വന്നാക്കണത് ബലിപീഠം നശിപ്പിച്ചു കളഞ്ഞു. കർത്താവ് ഇതിൻ്റെ ബലിപീഠം നശിപ്പിച്ചു, ഇതിൻ്റെ പ്രവാചകന്മാരെയും കൊന്നു. എന്നെ കൊല്ലാനും ഇരാജ്ഞി ആള് വിട്ടേക്കാണ്. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നു. നീനെ അപ്പവും വെള്ളമൊക്കെ തന്നു തീറ്റി പോറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഏലിയ താങ്കൾ പറയുന്നു, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. ഇത് തന്നെ അവിടെ പറഞ്ഞു. എൻ്റെ ജീവനും വേട്ടയാടുകയാണ്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവ്. ഒരു കടം വന്ന്, ഒരു വീട് ജപ്തി വന്ന്, ഒരു ജോലി കിട്ടുന്നില്ല, കിട്ടിയിട്ട് ശമ്പളവും കിട്ടുന്നില്ല, പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി, അല്ലെങ്കിൽ ഒരു രോഗം വന്ന് രോഗം വിട്ടുപോകുന്നില്ല, ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിലേക്ക് തിരിയണം. വളരെയധികം ദാഹത്തോടെ കർത്താവിനെ കെട്ടിപ്പിടണം, സ്നേഹിക്കണം. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ജീവൻ, നിന്നിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്നങ്ങൾ പറഞ്ഞ് വചനമൊക്കെ വായിക്കുകയും ഈ പറയണ വചനമൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, അവിടെ കർത്താവ് വഴി തുറക്കും. കർത്താവ് വഴി തുറക്കും. കർത്താവിന് ഒന്നും അസാധ്യമായിട്ട് ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. 15-ാം വാക്യം. ഹല്ലേലൂയ. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. ദമാസ്കിലേക്കുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. കർത്താവിന്റെ അരുൾപ്പടം. അവിടെ വെച്ച് കർത്താവ് വീണ്ടും നിലക്കാവും. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഇന്ന് ശ്രവിച്ച വചനം 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനം വ്യാഖ്യാനിക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ ബൈബിളോ എടുത്ത് വെച്ചിട്ട് നിങ്ങളിത് ധ്യാനിക്കണം. അപ്പം നിങ്ങൾക്ക് അത് ഉണർവ് കിട്ടും. നിങ്ങളുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദൈവകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരിശുദ്ധമേ, യേശുവിനമ്മേ, അടിയൻ പറഞ്ഞ കർത്താവിൻ്റെ ജീവന്റെ വചനം കേട്ട ഈ മകനെ മകളെല്ലാം അവരെ ജ്വലിപ്പിക്കണമേ, ഹൃദയം കത്തി ജ്വലിക്കണമേ എന്ന് ഇരുതല വാളായ വചനം അവരുടെ സന്ധി ബന്ധങ്ങളിൽ തുളച്ചു കയറി വിവേകിച്ചെറിയുന്നതുമായി മാറട്ടെ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. വേദനയോടെ വരും നേരം, വേളാങ്കണ്ണി മാതാവേ, വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ ഹൃത്തിൽ വാഴണമേ, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ ഹൃത്തിൽ വാഴണമേ. വേളാങ്കണ്ണി മാതാവേ, വേദനയോടെ വരും നേരം, വേളാങ്കണ്ണി മാതാവേ, വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ ഹൃത്തിൽ വാഴണമേ, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ ഹൃത്തിൽ